ഇപ്പോൾ കുട്ടി പഠിക്കണില്ല, അച്ഛന് കാശില്ല, അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റണില്ല. ഓരോരുത്തർ വന്ന് നോക്കിയപ്പോൾ അവിടെ തോള ഇവിടെ തോള ഇവിടെ തോള. ഇതിനെല്ലാത്തിനും വാസ്തു ഡിപ്പെൻഡ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തെക്ക് കിഴക്ക് മൂല, വടക്ക് കിഴക്ക് മൂല, വടക്ക് പടിഞ്ഞാറ് മൂല, ഇത് മൂന്നും കുട്ടികളുടെ ഓരോരോ ചലനങ്ങൾ പ്രവർത്തികളെ ബന്ധപ്പെടുത്തുന്നുണ്ട്. രാജേന്ദ്ര ബാബു സർ, നമസ്കാരം. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. കുട്ടികളുടെ വളർച്ച, അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ അവരുടെ ഭാവിയിൽ അവർക്ക് ധനം ഉണ്ടാവാനുള്ള അതിനുള്ള സാധ്യതകൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? നല്ല ചോദ്യം. നമ്മൾ സാധാരണ വീടുകൾ എല്ലാവരും പണിത് വീട്ടിൽ നല്ലൊരു അന്തരീക്ഷമൊക്കെ ഉണ്ട്. കുട്ടികൾ വളർന്നു വരുമ്പോൾ പഠിത്തത്തിൽ പുറകോ അല്ലെങ്കിൽ കുട്ടികളുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന ചില വൈകല്യങ്ങളോ ഇതെല്ലാം ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. അതെ. പക്ഷേ ഇതെല്ലാം വാസ്തുവുമായിട്ട് ബന്ധം നല്ല രീതിയിലുണ്ട്. അതായത് താമസിക്കുന്ന വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ വളർച്ച, കുട്ടികളുടെ ഉയർച്ച നമ്മുടെ അടുത്ത തലമുറയാണല്ലോ. നമുക്ക് വേണ്ടുന്ന ഭാവിയിൽ ആ കുട്ടികളുടെ വളർച്ചയിലൂടെ നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കി കൊണ്ടുവരേണ്ട നല്ല സ്രോതസ്സുകൾ, നല്ല കരിയർ, നല്ല വിദ്യാസമ്പന്നരായ കുട്ടികൾ, സൽസന്താനങ്ങൾ, ഇതിനെല്ലാത്തിനും വാസ്തു ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തെക്ക് കിഴക്ക് മൂല, വടക്ക് കിഴക്ക് മൂല, വടക്ക് പടിഞ്ഞാറ് മൂല, ഇത് മൂന്നും കുട്ടികളുടെ ഓരോരോ ചലനങ്ങൾ പ്രവർത്തികളെ ബന്ധപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ തെറ്റായ രീതിയിലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ വയ്ക്കുകയോ, വീടിനകത്തല്ല പുറത്ത് നമ്മുടെ ഗ്രൗണ്ടിൽ കുഴികളെടുക്കുകയോ കുന്നുകൾ കൂട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് പല രീതിയിലും ഇവരുടെ വളർച്ചയെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം വേണ്ട രീതിയിൽ നമ്മൾ സമയത്ത് കുട്ടികൾക്ക് അസുഖം വന്നു, അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കും, മാറുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നില്ല, അപ്പോൾ ഉടനെ ഏതെങ്കിലും ജ്യോതിഷനെ കണ്ടിട്ട് ഏതെങ്കിലും അമ്പലത്തിൽ പൂജ ചെയ്യും. തൽക്കാലം ചെറിയ ചെറിയ ശമനങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇതൊരു നല്ല രീതിയിലൊരു വാസ്തു വിദഗ്ധനെ വിളിച്ച് കാണിച്ച് നമ്മൾ ഈ വീടിനകത്തും പുറത്തും ഏതെങ്കിലും രീതിയിൽ കുട്ടികളുടെ ചലനത്തെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വളർച്ചയെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിൽ ഉപനിർമ്മിതികൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് നീക്കം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു തലമുറ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. എന്തൊക്കെയാണ് അങ്ങനത്തെ ഉപനിർമ്മിതികൾ അല്ലെങ്കിൽ അങ്ങനത്തെ എനർജീസ്? ഇപ്പം ഞാൻ പറഞ്ഞത്, വീടിനകത്ത് തെക്ക് കിഴക്കേ മൂലയിൽ നമ്മൾ ചെറിയ വാട്ടർ ടാങ്ക് കൊണ്ടു വച്ചിട്ടുണ്ടാവും. ചില വീടുകളിൽ തെക്ക് കിഴക്കേ മൂലയിൽ വാട്ടർ ടാങ്ക് വന്നു കഴിയുമ്പം ഇതകത്തുള്ള എല്ലാവരുടെ എനർജിയെ ബാധിക്കുമെങ്കിലും പെട്ടെന്ന് ഇത് കുട്ടികളുടെ ഇതിലും ബാധിക്കും. വിദ്യാഭ്യാസത്തെയും വളർച്ചയും അവർക്ക് ചിലപ്പം ആസ്മ അതുപോലുള്ള അസുഖങ്ങൾ വരെ വന്ന് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് നമ്മളൊരു ആൾ വന്ന് നോക്കി, നമ്മൾ ഒരു വാസ്തു വിദഗ്ധൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ മെഷർമെൻ്റൊക്കെ നോക്കി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോകുന്നല്ലാതെ ഇതെല്ലാം വന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തും പുറത്തും, ഇപ്പോൾ ഫെങ്ഷൂയിക്കാരാണെങ്കിൽ അവരിതുപോലുള്ള എല്ലാ എലമെൻസുകളും നോക്കാറുണ്ട്. ഇതൊക്കെ നോക്കി കണ്ട് കറക്റ്റ് ചെയ്ത് പോയാൽ നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് കൂടാതെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു കുഴി വന്നു കഴിഞ്ഞാൽ നമുക്കത് കുട്ടികളുടെ മനസ്സിൽ ചില കോട്ടങ്ങൾ തട്ടും. ആ കോട്ടങ്ങൾ അത് അവർക്ക് പഠിത്തത്തെ ബാധിക്കുകയും പെട്ടെന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടിക്ക് ചിലപ്പം പുറകോട്ട് ഒരു വിദ്യാഭ്യാസ രംഗത്ത് മറ്റു കാര്യങ്ങളിലല്ല പുറകോട്ട് ചിലപ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടാകും. ഇത് ഓരോ മൂലകളിലും നമ്മളിത് ചെക്ക് ചെയ്യണം. ഓരോ അതായത് തെക്ക് പടിഞ്ഞാറ് ഉയർന്ന് വടക്ക് കിഴക്ക് താഴ്ന്നു നിൽക്കുന്ന പുരയിടങ്ങളിലാണ് വീട് ഉത്തമമായിട്ട് നിൽക്കുന്നത്. ഇതെല്ലായിടത്തും ഒരേപോലെ ലെവലാണ്. ചിലപ്പോൾ നമ്മൾ വീടിൻ്റെ എന്തെങ്കിലും നിർമ്മിതിക്ക് വേണ്ടിയോ ഏതെങ്കിലുമായിട്ട് കുഴിക്കും. ഈ കുഴി അവിടെ കിടക്കും. ആ കിടക്കുന്ന കുഴികൾ ഇപ്പോൾ വലിയൊരു കോമ്പൗണ്ടാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇതെല്ലാ വ്യക്തികളിലും വീടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചില വീടുകളിൽ തെക്ക് ഭാഗത്ത് താഴ്ന്ന്, തെക്ക് കിഴക്ക് ഭാഗത്ത് തീരെ താഴ്ന്നൊക്കെ നിൽക്കും. അപ്പം അങ്ങനെയുള്ള വീട്ടിലെ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം അവരുടെ മറ്റ് ആക്ടിവിറ്റീസിലും അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. അത് വീട്ടിലെ എല്ലാവർക്കും ഉണ്ടാകും, വീട്ടുടമസ്ഥനുണ്ടാകും,
പല രീതിയിലുള്ള കുട്ടികൾക്കാണിത്. പക്ഷെ അപ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടിയല്ലേ, അവനെന്തെങ്കിലും മാന്യം വന്നതാണ്. അത് ശരിയാണ്. നമ്മൾ പലപ്പോഴും വീട്ടിലെ മുതിർന്നവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ഇത് വാസ്തുവാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പമാണോ ഇത് പലരും കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ അവരിൽ തന്നെ അങ്ങ് അടിച്ചേൽപ്പിക്കും. ഇത് നിന്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഒരു വീട്ടിലെ ഫാമിലിയിലെ 5 6 അംഗങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ ദോഷങ്ങൾ എല്ലാവർക്കും ഒരുപോലെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ ആ കുട്ടികൾക്കുണ്ടാകുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും അതിലൊക്കെ ആയിരിക്കും. വലിയവർക്ക് ചിലപ്പം അസുഖങ്ങളൊക്കെ ആയിട്ട് വരും, അല്ലെങ്കിൽ പണത്തെ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കർമ്മമേഖലയെ ചിലപ്പം ജോലിയിലുള്ളവർക്ക് ജോലിയുടെ എന്തെങ്കിലും സ്ഥാനഭ്രംശങ്ങളോ ഇതൊക്കെ സംഭവിക്കാം. കുട്ടികളുടെ പഠന നിലവാരത്തെ നമ്മളത് നോക്കിക്കാണണം. അത് വാസ്തുവായിട്ട് റിലേറ്റഡ് ആക്കി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലായ്പ്പോഴും വാസ്തു നോക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ വീടുകളിൽ നോക്കേണ്ട കാര്യമില്ല, നമ്മളെല്ലാം നോക്കിയിട്ടൊക്കെ വച്ചിരിക്കുകയാണ്. ഇത് ചില വീടുകളിൽ ചെന്ന് വാസ്തു നോക്കാൻ ചെല്ലുമ്പം അവിടെ തുളയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും, വീട് മൊത്തം തുള. ഹോള് വേണം, അതായത് കർണസൂത്രങ്ങൾ. ഈ സൂത്രങ്ങൾക്കൊക്കെ അടവ് സംഭവിക്കാതിരിക്കാൻ വേണ്ടത് നമ്മൾ നിർമ്മാണ ഘട്ടങ്ങളിൽ ചെയ്യാറുണ്ട്. ഇത് ഓരോരുത്തരും ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ഓരോ സ്ഥലത്ത് തുള. ഒരു വീട്ടിൽ ചെന്നപ്പോൾ 10-14 സ്ഥലത്ത് തുളയുണ്ട്. അപ്പോൾ കുട്ടി പഠിക്കണില്ല, അച്ഛന് കാശില്ല, അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റണില്ല. ഓരോരുത്തരും വന്ന് നോക്കിയപ്പോൾ അവിടെ തുള, ഇവിടെ തുള, ഇവിടെ തുള. ഇതേ നമുക്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്ലാറ്റിലൊക്കെ തുളയ്ക്കാൻ പറ്റുമോ? ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എല്ലായിടത്തും തുളയിട്ട് വെച്ചാൽ അപ്പുറത്തെ ഫ്ലാറ്റിലേക്ക് ഹോള് വരും. അത് ഇതിനാവശ്യമായ രീതിയിൽ വീട് നിർമ്മാണ സമയത്ത് ഇതിൻ്റെ സൂത്രങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നുണ്ട്, കണക്കിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് അല്ലാതെ വെറുതെ ചെയ്ത് കഴിയുമ്പം അത് നമുക്ക് തിരിച്ചടികൾ കിട്ടും. അതുപോലെ തന്നെയാണ് ഉപനിർമ്മിതികൾ വരുമ്പോൾ ഭൂമിക്ക് അകത്ത് തന്നെ, നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഭൂമിയിൽ ഇതുപോലെ ഉയർച്ചയും താഴ്ചയും വരുത്തും. ആ നിർമ്മിതിയിൽ വരുത്തുന്ന ഇത് ആദ്യം കുട്ടികളിൽ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇത് പലയിടത്തും ഇങ്ങനെ ചെക്ക് ചെയ്ത് വന്നപ്പോഴാണ് കുട്ടി നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി ചിലപ്പം പഠിത്തം പെട്ടെന്ന് ഡൗൺ ആകും. അപ്പോൾ അവർ പെട്ടെന്ന് പോയി എന്തെങ്കിലും നോക്കി ആ മതപരമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥനയൊക്കെ നടത്തുമായിരിക്കും. പക്ഷേ ഇത് ക്ലിയർ ചെയ്യുമ്പോഴേ പൂർണ്ണത വരുള്ളൂ. അത് എല്ലാ ഇതിലും വരുന്നുണ്ട്. അത് കുട്ടികൾക്ക് മാത്രമാണ് പെട്ടെന്ന് നമ്മൾ കുട്ടികൾക്ക് കാണുമ്പോൾ ഇത് വാസ്തുവാണെന്ന് തോന്നുന്നില്ല. ആ വീട്ടിലെ ഗ്രഹനാഥനൊരു അടി കിട്ടുമ്പോൾ വാസ്തുവിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചോ എന്നാണ് ആദ്യം നോക്കണം. ഇത് കുട്ടികളിലും എഫക്റ്റ് ചെയ്യുന്നുണ്ട് വാസ്തു പുരുഷൻ. വാസ്തുദോഷം എന്ന് പറഞ്ഞ വാസ്തുദോഷമല്ല, വാസ്തുവിലെ പിഴവുകൾ, ശാസ്ത്രീയമായ ചില പിഴവുകൾ ഇത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ചെറിയ അതായത് ഈ അലൈൻമെന്റ് വ്യത്യാസങ്ങൾക്ക് ചെറിയ പരിഹാരങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അതോ വലിയ രീതിയിൽ ചെയ്യേണ്ടി വരുമോ? 90% വാസ്തു ദോഷങ്ങൾക്ക് പൊട്ടിക്കാതെയും പൊളിക്കാതെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലായിടത്തും കയറിയിട്ട് നമ്മൾ വെട്ടിപ്പൊളിക്കണം, കൂട്ടിച്ചേർക്കണം എന്നൊന്നും നമ്മൾ നിർബന്ധിക്കുന്നില്ല. അതിനൊക്കെ അതിൻ്റേതായ യുക്തമായ രീതിയിലുള്ള പരിഹാരങ്ങളും ആധ്യാത്മികമായ ചില പ്രാർത്ഥനകളും ഒക്കെ കൊണ്ട് ഒരു വീടിനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. വലിയ ചെലവ് നമുക്ക് ഉണ്ടാകാം, പരിക്ക് പറ്റാത്ത രീതിയിൽ നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റും. നന്ദി സാർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.